ഞാൻ അവളുടെ പിന്നാലെ ഉണ്ട്. ഭൂമി പുറപ്പെട്ടോ? പുറപ്പെട്ടു. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കമാൽ കണ്ടോ? കണ്ടു. അജയ് ഇവിടെ വന്നിരുന്നോ? ഇല്ല, ഞാൻ അവളെ പിന്തുടരുകയാണ്. ആ കത്തി കിട്ടിയേ മതിയാകൂ. അതും കൊണ്ടേ കമാല് മടങ്ങി വരും. ശരി. അജയ് എത്തും മുമ്പ് തന്നെ അവള് പോയി. ആശ്വാസമായി. മോൾ എത്താൻ സമയമായല്ലോ. ആഹാ, കാണാൻ ധൃതിയായോ? ഞാൻ പറയാറുള്ളതല്ലേ അവളെ ഇടയ്ക്കിടയ്ക്ക് പോയെന്ന് കാണണമെന്ന്. വട്ടുപെണ്ണ, എന്താ കാട്ടിക്കൂട്ടുന്നെന്ന് പറയാൻ പറ്റില്ല. ആ ദേ വരുന്നുണ്ട് അവള്. താഴെ ഇറക്ക്, എനിക്ക് ശ്വാസം മുട്ടുന്ന വീട്. സംഗീത പഴയ പോലൊരു സംഗീതം ഇല്ലല്ലോ. കെട്ടിച്ചയച്ചാലേ ബന്ധം ഉപേക്ഷിച്ച് പോവല്ല വേണ്ടത്. ബന്ധം ഉറപ്പിക്കാനേ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം. എന്തായാലും എന്നെക്കാളും സുന്ദരിയായിട്ടുണ്ട്. അമ്മ അടുക്കളയിലൊന്നും കേറാറില്ലേ? പിന്നെ നീയല്ലേ ഇവിടുത്തെ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്നേ? അല്ല, അമ്മയുടെ സാരി ഉടഞ്ഞിട്ടില്ല, പുകയടിച്ച് കരിമിഷി ഇളകിയിട്ടില്ല. മാധവ, കൃഷ്ണ, ലീലകൾ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? എന്തോടി അച്ഛനോട് ചോദിക്കുന്നേ? പഠിക്കുന്ന കാലത്തെ കള്ളകൃഷ്ണനായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അതെന്റെ സൗന്ദര്യം കണ്ടിട്ടേ പെണ്ണുങ്ങൾക്ക് ക്രഷ് തോന്നിട്ട. ആണോ? അച്ഛനെ ഇപ്പൊ കണ്ടാലും പെൺകുട്ടികൾക്കൊക്കെ ക്രഷ് തോന്നും. പിന്നെ അമ്മ വിട്ടോ, വേറെ നോക്കാം. പെണ്ണിന്റെ ഒരു ലൈസൻസും ഇല്ല. അനൂപ് എന്താ വരാതിരുന്നേ? അമ്മയ്ക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അനൂപ് വരികയോ പോവുകയോ അതെന്റെ വിഷയമല്ല. മാധവേട്ടാ, ഇവളെന്താ പറയുന്നേ? അമ്മേ, ജെൻഡർ ഇക്വാളിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ലിംഗസമത്വം. സിമ്പിളായിട്ട് പറയാം, ഞാനൊരു കോഫി ഇട്ട് കൊടുത്താലേ അടുത്ത പ്രാവശ്യം അവനെ എനിക്കൊരു കോഫി ഇട്ട് തരണം. ഞാനൊരു ദിവസം തുണി വാഷ് ചെയ്താ അടുത്ത പ്രാവശ്യം അവൻ തുണി വാഷ് ചെയ്യണം. ഇതാണ് ജെൻഡർ ഇക്വാലിറ്റി. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ബ്രേക്കപ്പ്. മുത്തശ്ശിയുടെ ചട്ടുകം പേടിച്ച് ജീവിക്കുന്നവരാ നിങ്ങൾ. അതിന് അനുഭവം കിട്ടില്ല. മാധവേട്ടാ, ഇവക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. അതങ്ങനെ നിന്റെ അല്ലേ മോള്.